അമ്മ ഇവിടെ വന്ന് കൺസൾട്ട് ചെയ്തതിന് ശേഷം നല്ല ചേഞ്ച് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. എൻ്റെ അമ്മയുടെ റിസൾട്ട് തന്നെയാണ് എനിക്ക് ഇങ്ങോട്ട് വരാനുള്ള ഒരു മോട്ടിവേഷൻ ആയത്. അമ്മയ്ക്ക് നല്ല ഡിഫറൻസ് ഉണ്ട്. 2 months ആയിട്ട് നല്ല ഡിഫറൻസ് ഉണ്ട് അമ്മയ്ക്ക്. മുട്ടിന് നല്ലൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. പെയിൻ നടക്കുമ്പോഴത്തേനും മുട്ടുകുത്തി കുനിയുമ്പോഴത്തേനും മുട്ടുകുത്തുമ്പോഴത്തേനൊക്കെ നല്ല പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ ബാക്ക് പെയിനും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉപ്പുറ്റി വേദനയും ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. എനിക്ക് വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു റിലാക്സേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ബോഡിക്ക്. വരുമ്പോഴത്തേനും എനിക്ക് മെയിനായിട്ട് ലെഫ്റ്റ് ലെഗിന് ഒരു നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു സ്ട്രെയിൻ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ആ ഒരു സ്ട്രെയിൻ മാറിയിട്ടുണ്ട് എനിക്ക്. മുമ്പ് അമ്മയ്ക്ക് കുറച്ച് ഒരു 100 അടി പോലും നടക്കാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ബസ്സിലും വീട്ടിലാണെങ്കിലും സ്റ്റെപ്പ് കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മുട്ടും തന്നെ അത് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ അമ്മയ്ക്ക് വളരെ ഈസി ആയിട്ട് വരുന്നുണ്ട് അത്. തീർച്ചയായിട്ടും ഇവിടെ വന്ന് കൺസൾട്ട് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമുക്കത് വന്നാലാണ് അത് മനസ്സിലാവുള്ളൂ. അത് ചെയ്ത് കഴിഞ്ഞാലാണ് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുള്ളൂ. മെയിൻലി ഈ അങ്ങനെ ഏജിൽ തന്നെ സ്റ്റാർട്ടിങ് തന്നെ ഇത് ചെയ്യണം. ഇങ്ങനെ സ്റ്റാർട്ടിങ് പ്രോബ്ലം നമ്മൾ ഇങ്ങനെ അതിനോട് മൈൻഡ് ചെയ്യാതെ ഇരിക്കരുത്. മാക്സിമം നേരത്തെ തന്നെ നമ്മൾ അതിനുള്ള റെമഡീസ് കണ്ടെത്തണം എന്നാണ് അഭിപ്രായം. അപ്പോൾ നേരത്തെ തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ അമ്മമാരുടെ ഒരു ഏജ് വരുമ്പോഴത്തേനും നല്ലൊരു അല്ലെങ്കിൽ എനിക്ക് തന്നെ അങ്ങനെയാ ഫീൽ ചെയ്തത്. എൻ്റെ അമ്മയുടെ ആ ഒരു സ്റ്റേജിലോട്ട് ഞാൻ പോവരുതെന്നായിരുന്നു. അമ്മ ഒത്തിരി വൈകിപ്പോയി. ഞാൻ കുറച്ച് നേരത്തെ തീരുമാനം എടുത്തു. ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലായത്. നീളവ്യത്യാസം ഉണ്ട്, അതിന്റെ ഇഷ്യൂസും എനിക്ക് ഉണ്ട് എന്നുള്ളത് ഇവിടെ വന്നതിന് ശേഷം മനസ്സിലായത്. അമ്മയുടെ റിസൾട്ട് ഓക്കെ ആയിരുന്നു, ബെറ്റർ ആണ്. എങ്കിലും നമ്മുടെ പ്രൊസീജിയർ കണ്ടപ്പോൾ എനിക്കൊരു ഇതുണ്ടായിരുന്നെങ്കിൽ അത് ചെയ്തു കഴിഞ്ഞപ്പോൾ വളരെ ടെൻഷൻ ഫ്രീ ആണ്. ഇപ്പോൾ ഹാപ്പിയാണ്. താങ്ക് യു സോ മച്ച് ഡോക്ടർ.